ഇന്ന് വൈകിട്ടോടു കൂടിയാണ് നാസറിൻ്റെ വീട്ടിൽ 2 JCB ഉപയോഗിച്ചുള്ള തെരച്ചിൽ തുടങ്ങിയത്. ഇന്ന് രാവിലെ 6 മണി മുതൽ രക്ഷാ സൈന്യം എല്ലാവരും ചേർന്ന് അവിടെ പരിശോധന തുടങ്ങിയിരുന്നു. രാവിലെ തന്നെ ഒരു മൃതദേഹം നാസറിൻ്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തി. നാസറിൻ്റെ വീട്ടിലാകെ 4 പേരെയാണ് കണ്ടെത്താനുണ്ടായിരുന്നത്. രാവിലെ തന്നെ ഒരു മൃതദേഹം കണ്ടെത്തിയതിന് ശേഷമാണ് പിന്നീട് തൊട്ടടുത്ത വീട്ടിൽ തിരച്ചിൽ തുടങ്ങിയത്. ആ വീട്ടിൽ 5 പേരെയായിരുന്നു കണ്ടെത്താൻ ഉണ്ടായിരുന്നത്. അതിൽ ഉച്ചവരെയുള്ള പരിശോധനയിൽ അമ്മയുടെ മൃതദേഹം മാത്രമാണ് കണ്ടെത്തിയത്. സുദേവിൻ്റെ അമ്മയുടെ മൃതദേഹം ഉച്ചയാവുമ്പോഴേക്ക് കിട്ടി. അപ്പോഴേക്കാണ് 2 JCBകൾ അവിടേക്ക് എത്തുന്നത്. കൂറ്റൻ JCBകളായിരുന്നു. സുദേവിൻ്റെ വീട്ടിൽ ഒരുപാട് പരിശോധിച്ചു. ഈ അമ്മയുടെ മൃതദേഹമല്ലാതെ മറ്റൊന്നും അവിടെ കണ്ടെത്താൻ കഴിഞ്ഞതുമില്ല. പിന്നീടാണ് ഈ ദൗത്യസേന, അതായത് രക്ഷാസേനകൾക്ക് ഇവർക്ക് തോന്നിയത് തൊട്ടടുത്ത വീട്, അതായത് സുദേവിൻ്റെ വീടിനോട് ചേർന്ന വീടാണ് നാസറിൻ്റേത്. നാസറിൻ്റെ വീട്ടിൽ പരിശോധന നടത്തണം എന്നുള്ളത്. പിന്നീട് ഈ 2 JCBകളും കേന്ദ്രീകരിച്ച് നാസറിൻ്റെ വീട്ടിൽ പരിശോധന നടത്തുകയായിരുന്നു. ആ മെയിൻ സ്ലാബ് ഇന്ന് രാവിലെ തന്നെ അതിൻ്റെ മുകളിലുണ്ടായിരുന്ന ഷീറ്റൊക്കെ രാവിലെ തന്നെ വലിച്ചു മാറ്റിയിരുന്നു. പിന്നീടുള്ള ഒരു ഗ്യാപ്പിലൂടെ കരസേനാ അംഗങ്ങൾ കയറിയാണ് ആദ്യത്തെ ബോഡി രാവിലെ പുറത്തെടുക്കുകയും ചെയ്ത്. അതിനുശേഷം വൈകിട്ടോടുകൂടി 2 JCBയും ചേർന്ന് ഉള്ള തെരച്ചിലാണ് നാസറിൻ്റെ വീട്ടിൽ നടത്തിയത്. അങ്ങനെ നടത്തുന്ന സമയത്ത് അതിൻ്റെ മേൽഭാഗത്തുണ്ടായിരുന്ന, അതായത് പുറത്തേക്ക് കാണുന്ന മെയിൻ സ്ലാബ് അപ്പോൾ തന്നെ എടുത്തു മാറ്റുകയായിരുന്നു 2 JCBയും ചേർന്ന്. അതെടുത്ത് മാറ്റുന്ന സമയത്താണ് ആദ്യം ഒരു മൃതശരീരം കിട്ടിയത്. ആ മൃതശരീരം കിട്ടി വീണ്ടും ആ JCB ഉപയോഗിച്ച് കുഴിച്ചു തുടങ്ങി. അപ്പോഴാണ് ആ മണ്ണിൻ്റെ അടിയിൽ ഒരുപാട് മണ്ണും കല്ലും മരവും എല്ലാം നിറഞ്ഞതായിരുന്നു. അതിനിടയിൽ ഒരു മൃതദേഹം കൂടി കണ്ടത്. ആ സമയത്ത് ഒരു ആശങ്കയുണ്ടായിരുന്നത് രണ്ടാമതൊരു മൃതദേഹം ഈ മൃതദേഹത്തിനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന നിലയിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത്. ആ JCBയുടെ ആ നഖം കൊള്ളാതിരിക്കാൻ വേണ്ടി JCB മാറ്റി പിന്നീട് രക്ഷാപ്രവർത്തകർ ഇറങ്ങിയാണ് ആ ഒരു മൃതദേഹം അവിടെ നിന്ന് പുറത്തെടുത്തത്. അപ്പോഴും പറയുന്നുണ്ടായിരുന്നു അടുത്ത രണ്ടാമത്തെ മൃതദേഹവും കൂടി അവിടെ തന്നെ അതിനോടുകൂടി ചേർന്നുണ്ടെന്ന്. പക്ഷേ അത് ശരിയായിരുന്നില്ല. പക്ഷേ ആ സമയത്ത് പിന്നീട് തെരച്ചിൽ തുടങ്ങി. അപ്പോഴേക്ക് സമയം രാത്രിയായി കഴിഞ്ഞിരുന്നു. 7 മണി കഴിഞ്ഞിരുന്നു. വെളിച്ചമില്ല. സ്വാഭാവികമായിട്ട് നമുക്കറിയാം അവിടെ കറണ്ടില്ല. അതുകൊണ്ട് മറ്റ് ലൈറ്റും സജ്ജീകരണങ്ങളും ആക്കിയതുമില്ല. ഈ JCBയുടെ ലൈറ്റ് മാത്രം വെച്ചാണ് ആ തെരച്ചിൽ നടത്തിയത് തന്നെ. ആ സമയത്ത് കനത്ത മഴ തുടരുകയായിരുന്നു. നദിയിൽ വെള്ളം കയറുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ തന്നെ രക്ഷാപ്രവർത്തകർ രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചത്. ഇനിയിപ്പോൾ അവിടെയുള്ളത് സുദേവിൻ്റെ വീട്ടിലെ 4 പേരെ കാണാനില്ല. സുദേവിൻ്റെ ഭാര്യ, 2 മക്കൾ, ഈ 4 പേരെ കണ്ടെത്താനുണ്ട്. മാത്രമല്ല നാസറിൻ്റെ വീട്ടിൽ ഒരു മൃതശരീരം കൂടി, അല്ലെങ്കിൽ ഒരാളെ കൂടി കണ്ടെത്താനുണ്ട് എന്നുള്ളതാണ്. രാവിലെ മുതൽ ഉണ്ടായിരുന്ന രക്ഷാപ്രവർത്തകർക്കുണ്ടായിരുന്ന ഒരു പ്രതീക്ഷ സ്ലാബ് മാറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്തേക്ക് എളുപ്പം ഇറങ്ങാൻ കഴിയും എന്നായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷ അസ്ഥാനത്തായിരുന്നു. രാവിലെ ചുറ്റിക കൊണ്ട് ഒരുപാട് പേർ അധ്വാനിച്ച് ആ സ്ലാബ് പൂർണ്ണമായി നീക്കി. അങ്ങനെ നീക്കിയ സമയത്താണ് ഇതൊക്കെ കാണുന്നത്. അതായത് കൂറ്റൻ മരങ്ങളും വലിയ കല്ലുകളും ചെളിയും എല്ലാം നിറഞ്ഞ് ഒരു വീടിൻ്റെ രൂപം മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. മുകളിലേക്ക് കണ്ട ആ സ്ലാബ് അങ്ങ് മാറ്റിക്കഴിഞ്ഞപ്പോൾ പിന്നീട് അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് മനസ്സിലായിരുന്നില്ല. ഒരുപാട് സമയം JCB തിരഞ്ഞിട്ടും അതിൻ്റെ ഉള്ളിലൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അതേപോലെ തന്നെയായിരുന്നു നാസറിൻ്റെ വീട്ടിലും ഉണ്ടായിരുന്നത്. നാസറിൻ്റെ വീട്ടിൽ വലിയ മരങ്ങളും അതുപോലെ തന്നെ ചെളിയും കല്ലും എല്ലാം കൊണ്ട് ആ വീടാകെ നിറഞ്ഞിരുന്നു. അതായത് വീടിൻ്റെ രൂപം മാത്രമേ പുറത്തുനിന്ന് നോക്കിയാൽ ഉണ്ടാവുമായിരുന്നുള്ളൂ എന്നുള്ളതാണ്. ഇങ്ങനെ രക്ഷാപ്രവർത്തകർ JCBയുടെ സഹായത്തോടെ മാന്തിയെടുക്കുന്ന സമയത്താണ് ഒരു സ്വർണ്ണാഭരണത്തിൻ്റെ ഒരു കെട്ട് അവിടെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ തന്നെ രക്ഷാപ്രവർത്തകർ എടുത്തു മാറ്റുകയും ചെയ്തു. പിന്നെ നാസറിൻ്റെ വീട്ടിലെ ഓരോ ഉപകരണങ്ങളായി ഇങ്ങനെ വരികയായിരുന്നു. അതിൽ കട്ടിലുണ്ടായിരുന്നു, മെത്തയുണ്ടായിരുന്നു, അലമാരയുണ്ടായിരുന്നു, അലമാരയിൽ അടുക്കി വെച്ച വസ്ത്രങ്ങളുണ്ടായിരുന്നു. ആരുടെയും കണ്ണലിയിക്കുന്ന ഒരു കാഴ്ച തന്നെയായിരിക്കും അത്. തീർച്ചയായിട്ടും നാസർ ഒരുപാട് അധ്വാനിച്ചുണ്ടാക്കിയ ഒരു വീടായിരിക്കും അത്. വലിയ സന്തോഷത്തോടു കൂടി കടന്നുറങ്ങാൻ പോയതായിരിക്കും കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് രാത്രി. അതിനുശേഷം ഇപ്പോൾ 2 JCBകൾ ചേർന്ന് രക്ഷാപ്രവർത്തനം പൂർണ്ണമായി നടത്തിയിട്ടും ഇനിയിപ്പോൾ ആ വീട്ടിൽ ഒരാളെ കൂടി കണ്ടെത്താനുണ്ട് എന്നുള്ളതാണ്. ആ രക്ഷാപ്രവർത്തനം രാവിലെ തുടരും എന്നാണ് രക്ഷാപ്രവർത്തകർ അറിയിച്ചത്.